മുതലാളി വിലക്കാണ് മേടിച്ചാന്നമ്മ. മൂത്ത മോള പ്രസന്ന മേടിച്ചതാണോ ഞങ്ങള്? ഇതുകൊണ്ടൊക്കെ ആണെങ്കിൽ എനിക്ക് വിഷമം വരുന്നത് മക്കളിൽ ആരെങ്കിലും വല്ലപ്പോഴും വന്ന് നോക്കണ്ടേ. പകല് നിന്നിട്ട് നിങ്ങൾ വൈകിട്ട് പോ. ഈ അമ്മ ആശുപത്രി മെഡിക്കൽ കൊണ്ടുപോകുമ്പോഴത്തേക്ക് ആംബുലൻസിൽ കൊണ്ടുപോകുമ്പോൾ രൂപയാവൂലേ? സ്കാൻ ചെയ്ത് എക്സ്റേ എടുത്ത് എത്രയായെന്നറിയാം. മക്കളുടെ എണ്ണം ഒരുപാട് കൂടിയാലും വിഷമമാണ്. കാരണം ഈ അവസാന കാലത്ത് നോക്കുവാൻ എണ്ണം പറഞ്ഞ് വിളിക്കേണ്ടി വരും ഓരോരുത്തരായിട്ട്. നമസ്കാരം. ഇത് നിലയ്ക്കാമുക്കാണ്. നിലയ്ക്കാമുക്ക് 9-ാം വാർഡാണ്. സ്കൂളിൻ്റെ പിറകുവശമായിട്ട് വരും. ഇവിടെ എന്താ പറയുക, പ്രതിഭ എന്നൊരു ചേച്ചിയുടെ സങ്കടം കേട്ടാണ് ഞങ്ങൾ എത്തിയത്. അദ്ദേഹത്തിൻ്റെ അമ്മ വളരെ സുഭാഷിണി, വളരെ ആവശ്യ നിലയിലാണ്. സ്വന്തമായിട്ട് മലമൂത്ര വിസർജനം ചെയ്യാൻ പോലും പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഇളയ മകളായ ചേച്ചിയാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത്. ഇപ്പോൾ ചേച്ചിയുടെ പ്രശ്നം വെച്ചാൽ ചേച്ചിക്ക് ആരുമില്ല, ഹസ്ബൻഡോ മക്കളോ ആരും തന്നെ ഇല്ല. ഒറ്റയ്ക്കാണ് താമസം. തൊഴിലുറപ്പ് പദ്ധതിക്ക് പോയിട്ടാണ് ജീവിതം നിലനിർത്തി കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഈ തൊഴിലുറപ്പ് പദ്ധതിയും ജോലിക്ക് പോകാനും പറ്റുന്നില്ല, അമ്മയെ നോക്കുകയും വേണം. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ചേച്ചി പോയിക്കൊണ്ടിരിക്കുന്നൊരു വിഷമഘട്ടത്തിലാണ് ഞങ്ങളെ വിളിച്ചത്. ഞങ്ങൾ വന്നപ്പോൾ ഈ അയൽവാസികളെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞു, ചേച്ചി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, നിത്യച്ചെലവ് നടത്താൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നു. എന്നാൽ പ്രതിഭ ചേച്ചിയോട് ചോദിക്കാം, ചേച്ചി എന്താ അവസ്ഥ എന്താണ്? എനിക്ക് വേറെ ഒന്നുമില്ല. പിന്നെ പരിസരവാസികൾ നമുക്ക് എന്തെങ്കിലും തരും. അമ്മേനെ നോക്കാൻ ഒറ്റയ്ക്ക് പറ്റില്ല എന്ന് അയൽവക്കക്കാരെ വിളിക്കാനും പറ്റില്ല. അവരെ ആവശ്യങ്ങൾക്ക് പോകും. മറ്റുള്ള മക്കളും കൂടെ വന്ന് സഹായിക്കണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എൻ്റെ അമ്മയെ ഞാൻ നോക്കിക്കൊള്ളാം. പക്ഷേ ഒരു കുറച്ച് ദിവസമെങ്കിലും രാവിലെ വന്നിട്ട് വൈകിട്ട് അവർക്ക് പോകാമല്ലോ, ഇത് മാത്രമേ പറയുന്നുള്ളൂ. അമ്മയുടെ ആഗ്രഹം ഇവിടെ കിടന്ന് മരിക്കണം എന്നാണ്. ആ ആഗ്രഹത്തിനാണ് ഞാനിവിടെ നിൽക്കുന്നത്. രണ്ടാമത്തെ മോള് പറയുന്നത് അവളെ വീട്ടിൽ ചെന്നാലേ നോക്കുകയുള്ളെന്നാണ്. ഇവരൊട്ട് പോകുന്നുമില്ല, ഞാനായിട്ട് പിടിച്ച് നിർത്തുന്നതല്ല. മറ്റുള്ളവർ പറയുന്നത് അവരുടെ 1.5 സെൻറ്റ് എനിക്ക് വേണോ എന്ന് പറഞ്ഞാണ് ഞാൻ പിടിച്ച് നിർത്തിയേക്കുന്നത്. സാറന്മാർ തന്നെ ചോദിച്ചിട്ട് അവരെ രണ്ടാമത്തെ മോളെ വീട്ടിൽ പോകാൻ താല്പര്യമാണെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ടുപോവാം, ഞാൻ എതിരല്ല. ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. പറ്റുന്ന സമയത്ത് ഒരു മാസത്തിൽ ഒരു 7 ദിവസമെങ്കിലും ഒരാൾ വന്ന് നോക്കിയാൽ മതി. ഈ 2 മക്കളിൽ ആരെങ്കിലും ഒരാൾ. ഈ ഇവരൊക്കെ തരും. പിന്നെ റേഷനരിയുണ്ട്, അതുകൊണ്ട് പട്ടിണിയില്ല. ഈ അമ്മ ആശുപത്രി മെഡിക്കൽ കൊണ്ടുപോകുമ്പോഴത്തേക്ക് ആംബുലൻസിൽ കൊണ്ടുപോകുമ്പോൾ രൂപയാവൂലേ? സ്കാൻ ചെയ്ത് എക്സ്റേ എടുത്ത് എത്രയായെന്നറിയാം. അമ്മ ഇളയ മോള് നോക്കാറുണ്ടോ? ഈ മോള് നോക്കാറുണ്ടോ? പ്രതിഭ മോള് നോക്കാറുണ്ടോ? ഈ പ്രതിഭ മോളാണ് എന്നെ തീട്ടും മൂത്രം എടുക്കുന്നതും നോക്കുന്നതും. അല്ലാതെ രണ്ടാമത്തെ മോളുടെ കൂടെ പോവാത്തത്? അയ്യോയ്യോ, അവർക്ക് രണ്ടാമത്തെ മോളെ വീട്ടിൽ 1-2 മുറിയുണ്ട്, 4 സെൻറ്റുണ്ട്. അവിടെ വീടാണ്. അവർ ഒത്തിരി എൻ്റെ മല എടുക്കുമ്പോൾ അവർ പറയും, ഇനി മലം എടുക്കണ്ട, അവർ ഇനി അങ്ങ് നമ്മളെ അമ്മയും മക്കളും പോകണം, അമ്മക്ക് അങ്ങ് കൊന്നുകിടാം. അമ്മയെ സമാധിയാക്കാന്നുള്ള പേടിയാണോ? ഇനി അമ്മക്ക് അങ്ങ് കൊന്നുകിടാം. ഇനിയെന്തോ അവള് ചെയ്യില്ല, അവള് നോക്കിയൊക്കെ ചെയ്യും. പിന്നെ മൂത്തോളേക്കാൾ രണ്ടാമത്തോളം നോക്കും, അതൊക്കെ ഉള്ളതാണ്. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ പോവാൻ വയ്യ, ഇതാണ് ഉള്ള കാര്യം. അപ്പൊ നിങ്ങളെ ഇഷ്ടത്തിന് അവള് വരണം എന്നാണ് എന്റേതായതും ഒരു മാസത്തിൽ. ഞാൻ ചോദിക്കട്ടെ, മൂത്ത മോള് വരാന്നില്ലേ? വരൂല. അവള് നിർബന്ധമായിട്ട് പറഞ്ഞു എന്നെ വിളിക്കരുതെന്ന്. ഇവിടെ പാർട്ടിക്കാർ ഒരാൾ വിളിച്ച് ചോദിച്ചു, പറഞ്ഞു എന്നെ വിളിക്കരുത്, ഞാൻ വരൂല എന്ന് നിർബന്ധമായിട്ട് മൂത്ത മോള്, സ്വന്തം മോള് മുതലാളി വിലക്കാണ് മേടിച്ചാന്നമ്മ. മൂത്ത മോള പ്രസന്ന മേടിച്ചതാണോ ഞങ്ങള്? പ്രസവിച്ചതാണോ? ഞാൻ പെറ്റതാണ്. ഒരു ദിവസം വന്ന് 2 നേരം മരം എടുത്ത്. അപ്പം പറഞ്ഞ് ഇനി എന്നെ വിളിക്കരുത് എന്ന് പറഞ്ഞു. ഇവരെടുക്കുന്നതാണ്, കാര്യം എടുക്കൂല. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ പാലിയേറ്റീവ് കെയറിലൊന്നും അന്വേഷിച്ചില്ലേ? അവരെന്തൊരു പറയുന്നു, അവർ വന്ന് നല്ല മരുന്നായതുള്ള അവരൊന്നും പറയുന്നില്ല. ഒരു വീൽ ചെയറിന് വരെ പറഞ്ഞിട്ട് അവർ വേറൊന്നും ഒരു സഹായവും ചെയ്തിട്ടില്ല. വരും, വന്ന് നോക്കും. വല്ല അവരാണ് വന്ന് ഇപ്പോൾ ചെറിയടുത്തേക്ക് വിട്ടത് തന്നെ, അല്ലാതെ വേറെ ഒന്നും. സാറ് നോക്ക് നല്ല രീതിയിൽ കണ്ടിട്ട് വീണത് എപ്പോഴും എൻ്റെ കണ്ണെത്തൂലല്ലേ. അപ്പം അതുകൊണ്ടല്ലേ ഇപ്പോൾ ഒരുക്ക വീണ് മെഡിക്കലിൽ കൊണ്ടുപോയി, പിറ്റേന്ന് രാവിലെ ആക്കുമ്പോൾ വീണ്ടും വീണ്. അങ്ങനെയാണ് ഇവിടെ പൊട്ടിയത്. കണ്ട ഇവിടെ പൊട്ടി. ഇതുകൊണ്ടൊക്കെ ആണെങ്കിൽ എനിക്ക് വിഷമം വരുന്നത് മക്കളിൽ ആരെങ്കിലും വല്ലപ്പോഴും വന്ന് നോക്കണ്ടേ. പകല് നിന്നിട്ട് നിങ്ങൾ വൈകിട്ട് പോ.
ഈ 3 പെൺമക്കളുള്ളതിൽ ആരെങ്കിലും ഒരാൾ വാ, അത് 70 വയസ്സായാലും നമ്മൾ 80 വയസ്സായാലും ഇങ്ങനെ ഇപ്പോൾ ഒറ്റപ്പെട്ടു പോകുന്ന അമ്മമാരെ സംരക്ഷിക്കാനായിട്ട് സർക്കാർ വക കാര്യങ്ങളൊന്നും ഇല്ലേ? ഉണ്ട്. അവിടെ നോക്കിയില്ല നിങ്ങൾ? അവിടെ എൻ്റെ അമ്മയെ വിടൂല, അവരും പോകൂല. നമ്മൾ ജീവനോടെ ഇരിക്കുമ്പോൾ എന്തിനാണ്? ചേച്ചിക്ക് ജോലിക്ക് പോകണ്ടേ? എനിക്ക് ജോലിക്ക് പോകണമെന്നും പറഞ്ഞ് എൻ്റെ അമ്മയെ അങ്ങനെ കളയാൻ പറ്റൂ? അതും പറയുന്നു അങ്ങനെ കൊണ്ടുപോട്ടെ, അങ്ങനെ പോവും. എവിടെ? അനാഥാലയത്തിൽ. അങ്ങനെയല്ലേ സാർ പറയുന്നത്? അനാഥാലയത്തിലല്ല, ഈ പറയുന്ന ഹോസ്പിറ്റലൊക്കെ നോക്കുമല്ലോ ഇങ്ങനെ അവശയായിപ്പ ഗാന്ധി നഗർ. അവര് ഞാൻ വേറെ തിരക്കി പറഞ്ഞ് ഇവർക്ക് എന്ത് വകയുണ്ടെങ്കിലും അവർ കൊണ്ടുപോകുന്നു. അവരങ്ങനെ കൊണ്ടുപോയിക്കോട്ടെ. സർക്കാർ സംവിധാനങ്ങളുണ്ടെന്നേ, അത് അന്വേഷിക്കാത്തതുകൊണ്ടാണ്. അല്ല ഇപ്പം ഇതിനെന്ത് പരിഹാരമാണ്? ചാച്ചിക്ക് ജോലിക്ക് പോകണം, അമ്മയെ നോക്കി വേണം, എന്ത് പരിഹാരമുള്ളത്? ഈ മക്കൾ ആരെങ്കിലും വന്ന് നിൽക്കണം എന്നാണ് എൻ്റെ ഒരു താല്പര്യം. ഇത് അവർ ഇത് കണ്ടെങ്കിലും അവർ വരട്ടു എന്നൊരു അപേക്ഷയാണ്. സത്യം അതാണ് ഉള്ളത്. അവർ വൈകിട്ട് വന്നിട്ട് കാലത്ത് വന്നിട്ട് രണ്ടാമത്തെ മോളാണ് നിർബന്ധം കൂടുതൽ പിടിക്കുന്നത്. മൂത്ത മോളും അതുപോലെ തന്നെ എന്നെ വിളിക്കരുത്, നീ ഇന്ന് വിളിക്കല്ലേടി, ഞാൻ എന്നെ കൊണ്ട് വരാൻ പറ്റൂല. അവൾക്ക് വയ്യ തന്നെയാണ്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ വയ്യെങ്കിൽ പോലും രാവിലെ വന്ന് ഒരു കൈ സഹായത്തിൽ വൈകിട്ടങ്ങ് പോവാമല്ലോ. ഏതായാലും ഇതിലൊരു പരിഹാരം എനിക്കൊന്നും പറയാൻ കഴിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് അവരുടെ കുടുംബ പ്രശ്നമാണ്. പക്ഷേ ഈ ഒരു ചേച്ചിയുടെ വിഷമാവസ്ഥ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ വാർത്ത ചെയ്തത്. ഒരു കാര്യം കൂടെ സാറേ എനിക്ക് പറയാനുള്ളത്, ഇവർ 2 മക്കളും പറയുന്നത് ഇവർക്ക് അവിടെ ഒരു 1.5 സെൻറ്റ് 3.5 സെൻറ്റ് ഉണ്ട്. അത് 3 പേർക്ക് കൂടെ ഉള്ളത്. ഒന്ന് എനിക്ക് 1 സെൻറ്റ്, രണ്ടാമത്തെ ചേച്ചിക്കും ബാക്കി ഇവർക്കും കൂടെ ഉള്ളതാണ്. അതിന് വേണ്ടിയാണ് ഞാൻ ഇവരെ നോക്കുന്നു എന്നാണ് പറയുന്നത്. എനിക്ക് അവരെങ്ങനെ പറഞ്ഞു ചേച്ചി കേട്ടോ? പറഞ്ഞു കേട്ടോ ചേച്ചി? അതുകൊണ്ട് ഇതിൽ വീഡിയോയിലിട്ടേക്കല്ലേ സാറേ? വീഡിയോയിലിട്ടേക്കല്ലേ? എൻ്റെ ഇതിന് വേണ്ടിയാണ് ഞാൻ ഇട്ടേക്കുന്നതല്ലേ ഇട്ടേക്കുന്നത്. അതുകൊണ്ട് അതിൽ ആരാണോ ഏതോ ഒരു കൊച്ചാണ് ഇട്ടേക്കുന്നത്. അതാരെന്ന് എനിക്കറിഞ്ഞൂടാ. അല്ല ഇതിലിപ്പോൾ എനിക്കൊരു പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയില്ല. കാരണം ഇത് എനിക്ക് വക വേണ്ട, അത് സർക്കാർ കൊണ്ടുപോട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അനാഥാലയത്തിൽ കൊണ്ടുപോട്ട് സമ്മതം തന്നെ. നിങ്ങളെ വക നിങ്ങൾക്ക് വേണ്ടല്ലോ, ഞാൻ നോക്കിക്കൊള്ളാം. നിങ്ങളുടെ വക ഗവൺമെൻറ് എടുത്തോണ്ട് പോട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും അനാഥ കുട്ടിയൊക്കെ കൊടുക്കട്ട്, ഞാൻ നിങ്ങളെ നോക്കിക്കൊള്ളാം. നിങ്ങൾ വക വേണോ? അതേ ഈ മക്കൾക്ക് കൊടുക്കണോ? വേണ്ടല്ലോ. മക്കൾക്ക് കൊടുക്കണ്ട, എനിക്ക് അനാഥാലയത്തിൽ പോകാൻ വയ്യ. അനാഥാലയത്തിൽ പോകാൻ വയ്യ, ഞാൻ നോക്കാം. പക്ഷെ ഈ വകയ്ക്ക് വേണ്ടി നിങ്ങളെ മക്കൾ വരരുത്, മറ്റുള്ള മക്കൾ വരരുത്. അത് ശരിയാണ്. മക്കളുടെ എണ്ണം ഒരുപാട് കൂടിയാലും വിഷമമാണ്. കാരണം ഈ വയസ്സാം കാലത്ത് നോക്കുവാൻ എണ്ണം പറഞ്ഞ് വിളിക്കേണ്ടി വരും ഓരോരുത്തരായിട്ട്. ഇങ്ങനത്തെ ഒരു വിഷമസന്ധിയിൽ കൂടിയാണ് ഈ അമ്മ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ബിസിനസ് വേണ്ടി ക്യാമറമാൻ അരുൺ സാറിനൊപ്പം ശ്രീകുമാർ സൈനിങ് ഓഫ്.